ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് NXRDയുടെ 2500 വാട്ട്സിൻ്റെ ഒരു ആംപ്ലിഫയറാണ്. 2 ചാനൽ ആംപ്ലിഫയറാണ്, പ്രൊഫഷണൽ ആംപ്ലിഫയറാണ്. ഇത് കംപ്ലൈൻ്റ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഫ്യൂസ് കട്ടായിട്ട് വന്നിരിക്കുകയാണ്. മാറിയിടുമ്പോഴും അത് വീണ്ടും വീണ്ടും കട്ടാകുകയാണ്. അപ്പം ഞാനിത് ചെക്ക് ചെയ്തായിരുന്നു. ചെക്ക് ചെയ്തപ്പോൾ നമ്മുടെ ചാനൽ എയുടെ ഒരു ട്രാൻസിസ്റ്റർ ഷോർട്ടായിരിക്കുകയായിരുന്നു. അപ്പോൾ അത് ഞാൻ ആൾറെഡി റിമൂവ് ചെയ്ത് നമുക്കിതിൻ്റെ ബാക്ക് സൈഡിൽ എന്തൊക്കെ ഉണ്ടെന്ന് നോക്കാം. ഇത് ഞാൻ തൊട്ട് കാണിക്കുന്ന 2 ഇൻപുട്ട് സെക്ഷനാണ്. ആഡിയോ ഇൻപുട്ട് കൊടുക്കുന്ന 2 XLRും ഒരു ഫോണോ പിന്നും കൊടുക്കാനുള്ള സെറ്റപ്പ് ഉണ്ട്. അതേപോലെ ഇപ്പം തൊട്ട് കാണിക്കുന്ന സ്വിച്ചാണ്, സെലക്ടർ സ്വിച്ചാണ്. അതിൽ നമുക്ക് സബ്, ഫുൾ റേഞ്ച്, സാറ്റലൈറ്റ് എന്ന 3 ഓപ്ഷൻ ഉണ്ട്. നമുക്ക് എക്സ്റ്റേണലായിട്ട് ഫിൽറ്റർ യൂസ് ചെയ്തില്ലെങ്കിൽ തന്നെ ഇതിനകത്ത് നമുക്ക് ഈ ഫിൽറ്റർ ഉപയോഗിച്ച് നമുക്ക് ആഡിയോ കൺട്രോൾ ചെയ്യാവുന്നതാണ്. അപ്പം സബ് വൂഫർ ഉപയോഗിക്കാനാണെങ്കിൽ ലോ പാസ് മാത്രം നമുക്ക് ഫിൽറ്റർ ചെയ്ത് ഉപയോഗിക്കാം. അതേപോലെ ഫുൾ റേഞ്ച് ഫുള്ളായിട്ട് നമ്മുടെ ആഡിയോ പ്ലേ ചെയ്യും. അതേപോലെ സാറ്റലൈറ്റ് യൂസ് ചെയ്താൽ ഹൈ മാത്രം കിട്ടും, ലോ കട്ടായിട്ട്. അതേപോലെ ഇതിനകത്ത് നമുക്ക് 3 ഓപ്ഷനിൽ നമുക്ക് സെറ്റ് ചെയ്യാവുന്നതാണ് ആംപ്ലിഫയർ. സ്റ്റീരിയോ മോഡിൽ, പാരലൽ മോഡിൽ, അതേപോലെ ബ്രിഡ്ജ് മോഡ്, സ്റ്റീരിയോ മോഡും പാരലൽ മോഡും. അപ്പോൾ അത് സെറ്റ് ചെയ്യാനായിട്ടാണ് ആ ഡിപ്പ് സ്വിച്ചുകൾ കൊടുത്തിരിക്കുന്നത്. നമുക്ക് ആ പിക്ചർ നോക്കിയിട്ട് നമുക്ക് സെറ്റ് ചെയ്യാം. അപ്പം സ്വിച്ചുകൾ മുകളിലേക്കും താഴേക്കും മാറ്റിയിടുന്നതനുസരിച്ച് ഓരോ മോഡുകൾ മാറി മാറി വരും. അതേപോലെ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ 2 ഡിപ്പ് സ്വിച്ച് കൊടുത്തിരിക്കുന്നത് ഗ്രൗണ്ട് ലിഫ്റ്റ് ചെയ്യാനും ഗ്രൗണ്ട് കണക്ട് ചെയ്യാൻ വേണ്ടി. ഹമ്മിങ് നോയ്സ് ഉണ്ടെങ്കിൽ ഒഴിവാക്കാൻ വേണ്ടിയാണത്. ഇത് 2 സ്പീക്ക് ഓൺ ഔട്ട്പുട്ട് കണക്ടറാണ്, സ്പീക്കർ കണക്ടേഴ്സ്, സ്പീക്ക് ഓൺ പിന്ന് കൊടുക്കുന്ന കണക്ടേഴ്സ്. അതേപോലെ തൊട്ടപ്പുറത്ത് സ്പീക്ക് ഓൺ കണക്ടേഴ്സാണ് ഞാൻ ഈ തൊട്ട് കാണിക്കുന്നത്. എൻ്റെ തൊട്ടപ്പുറത്തായിട്ട് ഈ ഡാമേജ് ആയിരിക്കുന്ന പാർട്സാണ് നമുക്ക് സ്പീക്കർ കണക്ട് ചെയ്യാനുള്ള വൈൻഡിങ് പോസ്റ്റുകളായിരുന്നു. അത് റഫായിട്ടുള്ള യൂസ് കാരണം അത് പൊട്ടിപ്പോയിരിക്കുകയാണ്. അതേപോലെ ഈ കാണുന്നതാണ് നമ്മുടെ ഫ്യൂസ്. ഞാനിപ്പോൾ റിമൂവ് ചെയ്യാൻ ശ്രമിച്ച ആ പാർട്സൺ, അതിനുള്ളിലേക്കാണ് നമ്മുടെ ഫ്യൂസ് ഇരിക്കുന്നത്. നമുക്കത് ഒരു സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ചൊന്ന് തള്ളിയാൽ അത് റിമൂവ് ചെയ്ത് തരും. അതിനുള്ളിലായിട്ടാണ് നമ്മുടെ ഫ്യൂസ് വരുന്നത്. എക്സ്റ്റേണലായിട്ട് തന്നെ നമുക്ക് ഫ്യൂസ് റിമൂവ് ചെയ്യുകയും നമുക്ക് ചെക്ക് ചെയ്യുകയും ചെയ്യാം. അതേപോലെ തന്നെ റീപ്ലേസ് ചെയ്യാനും എളുപ്പമാണ്. അപ്പം ഫ്യൂസിൻ്റെ തകരാറ് ഉണ്ടെങ്കിൽ നമുക്ക് എക്സ്റ്റേണലായിട്ട് തന്നെ അത് പരിഹരിക്കാം. അപ്പം ഫ്യൂസ്, ഇതിൻ്റെ NXRDയുടെ ഫ്യൂസ് വെളിയിലായിട്ടാണ് വരുന്നത്. അപ്പം നമുക്ക് AC ഫ്യൂസാണ്, AC-യിലെ ഇൻപുട്ടിൽ വരുന്ന ഫ്യൂസാണിത്. അത് നമുക്ക് റിമൂവ് ചെയ്ത് നമുക്ക് ചെക്ക് ചെയ്ത് റീപ്ലേസ് ചെയ്യാവുന്നതാണ്. 2 കൂളിംഗ് ഫാൻസ് 2 സൈഡിലും 2 ചാനലും ഓരോന്ന് കൊടുത്തിട്ടുണ്ട്. 3 ഇഞ്ചിൻ്റെ കൂളിംഗ് ഫാൻസാണ്. നമുക്കിനി ഇൻസൈഡ് എന്തൊക്കെ പാർട്സ് ഉണ്ടെന്ന് നോക്കാം. ഇൻസൈഡ് പാർട്സിനെ കുറിച്ച് ജസ്റ്റ് ഒന്ന് നോക്കാം. നമ്മൾ ഈ കാണുന്ന നമ്മുടെ മെയിൻ ഫിൽറ്റർ കപ്പാസിറ്റേഴ്സാണ്. അതേപോലെ ഇത് ചാനൽ എയുടെ മൊഡ്യൂളാണ്. ഇതിനകത്തൊരു ട്രാൻസിസ്റ്റർ നിങ്ങൾ റിമൂവ് ചെയ്തേക്കുന്നത് ശ്രദ്ധിച്ച് കാണും. ആ ട്രാൻസിസ്റ്റർ ഷോർട്ടായിരുന്നു. അത് ഞാൻ ചെക്ക് ചെയ്ത് റിമൂവ് ചെയ്തു. അപ്പോൾ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ആംപ്ലിഫയറിൻ്റെ മെയിനായിട്ടുള്ള കംപ്ലയിൻറ്റ്, ഫ്യൂസ് പോകുന്നതിന് കാരണം. ഇപ്പോൾ തൊട്ട് കാണിച്ചതാണ് നമ്മുടെ ഒരു ടെമ്പറേച്ചർ സെൻസറാണ്. നമുക്ക് ഫ്രണ്ടിലൊരു ഡിസ്പ്ലേ ഉണ്ട്. ആ ഡിസ്പ്ലേയിൽ നമ്മുടെ ആംപ്ലിഫയറിൻ്റെ ടെമ്പറേച്ചർ ഓരോ മൊഡ്യൂളിൻ്റെ സെപ്പറേറ്റ് എഴുതി കാണിക്കുന്നതാണ്. അതിലേക്കുള്ള സെൻസറാണ് ഞാനിപ്പോൾ തൊട്ട് കാണിച്ച ഗ്രീൻ കളറിലുള്ളത്. ഇപ്പോൾ തൊട്ട് കാണിക്കുന്ന ആ പാർട്സാണ്. ബോർഡാണ് നമ്മുടെ സോഫ്റ്റ് സ്റ്റാർട്ടർ സെക്ഷനാണ്. നമ്മുടെ ആംപ്ലിഫയർ സ്റ്റാർട്ടിങ്ങിന് ലോഡ് കുറച്ചെടുക്കാൻ വേണ്ടിയുള്ള സോഫ്റ്റ് സ്റ്റാർട്ടർ സർക്യൂട്ടാണ് അത്. അതേപോലെ ഇതാണ് നമ്മുടെ മെയിൻ ടോറോഡിയൽ ട്രാൻസ്ഫോമർ പവർ സപ്ലൈ, ആംപ്ലിഫയറിൻ്റെ പവർ സപ്ലൈ ആണ്. നമ്മുടെ ബ്രിഡ്ജ് റെക്ടിഫയർ ഈ ബോർഡിന് കീഴായിട്ടാണ് വരുന്നത്. ഇത് നമ്മുടെ 3 പോയിൻ്റ് സോൾഡർ ചെയ്തേക്കുന്ന കണ്ടിൽ അതിന് അടിയിലേക്കായിട്ടാണ് നമ്മുടെ ബ്രിഡ്ജ് റെക്ടിഫയർ വരുന്നത്. അത് നമ്മുടെ ക്യാബിനുമായിട്ട് സ്ക്രൂ ചെയ്ത് ഉറപ്പിച്ചിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ മെയിൻ ഫിൽറ്റർ സെക്ഷൻ. ട്രാൻസ്ഫോമറിൽ നിന്നുള്ള പവർ സപ്ലൈ സെക്ഷനാണ് എല്ലാം അതിനകത്താണ് വരുന്നത്. അതേപോലെ ഇത് നമ്മുടെ ചാനൽ ബിയുടെ മൊഡ്യൂളാണ്, ചാനൽ ബിയുടെ ആംപ്ലിഫയർ മൊഡ്യൂൾ. ഫ്രണ്ട് നമ്മുടെ ഡിസ്പ്ലേ ആണ് അത്. അപ്പം ഇതിനകത്ത് NJW സീരീസിൽ വരുന്ന ഔട്ട്പുട്ട് ട്രാൻസിസ്റ്റേഴ്സാണ് മെയിനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. NJW സീരീസിൽ വരുന്നത് NJW സീരീസിൽ വരുന്ന ട്രാൻസിസ്റ്റേഴ്സാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അധികം ഡ്യൂപ്ലിക്കേറ്റ് ട്രാൻസിസ്റ്റേഴ്സ് കുറവാണ്. കിട്ടുന്ന ട്രാൻസിസ്റ്റർ ക്വാളിറ്റി ഉള്ളതെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഡ്യൂപ്ലിക്കേറ്റ് ട്രാൻസിസ്റ്റർ ഇറങ്ങി തുടങ്ങിയിട്ടില്ല NJW സീരീസിൻ്റെ. അപ്പം നമുക്ക് വിശ്വസിച്ച് മാറിയിടാം.
ഡാമേജ് ആയ ട്രാൻസിസ്റ്ററിന് പകരം പുതിയ ട്രാൻസിസ്റ്റർ സോൾഡർ ചെയ്ത് പിടിപ്പിക്കുന്ന പരിപാടിയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് നമ്മൾ അവിടുത്തെ മൈക്ക ഷീറ്റൊക്കെ റിമൂവ് ചെയ്തിട്ട് പഴയ ഹീറ്റ് സിങ്ക് പേസ്റ്റ് റിമൂവ് ചെയ്ത് അവിടെ ക്ലീൻ ചെയ്ത് നമുക്ക് പുതിയ ഹീറ്റ് സിങ്ക് പേസ്റ്റ് അപ്ലൈ ചെയ്ത് നമുക്ക് പുതിയ നമ്മുടെ ട്രാൻസിസ്റ്റർ അവിടെ സോൾഡർ ചെയ്യണം. അപ്പം ഈ ബോർഡ് നമുക്ക് 2 സൈഡ് പ്രിൻറ്റിങ് വരുന്ന ബോർഡാണ്, 2 സൈഡ് PCB ആണ്. അപ്പം നമ്മൾ മൂന്നിലേക്കും സോൾഡർ ചെയ്യുന്ന സമയത്തും 2 സൈഡിലും സോൾഡർ ചെയ്യുന്നത് നന്നായിരിക്കും. ബോർഡിൻ്റെ ടോപ്പിലും ബോട്ടത്തിലും സോൾഡർ ചെയ്യാൻ ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. നമുക്ക് ഹീറ്റ് സിങ്ക് പേസ്റ്റ് നല്ല രീതിയിൽ അപ്ലൈ ചെയ്യുന്നത് നമ്മുടെ ട്രാൻസിസ്റ്ററിൻ്റെ ലൈഫിന് നല്ലതാണ്. നല്ലതായിട്ട് ഹീറ്റ് സിങ്കിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ നമ്മൾ പുതിയ തെർമൽ പേസ്റ്റ് തന്നെ യൂസ് ചെയ്ത് നമ്മുടെ ട്രാൻസിസ്റ്റർ ഉറപ്പിക്കുന്നത് നന്നായിരിക്കും. അപ്പം ഞാനിവിടെ പഴയ ഹീറ്റ് സിങ്ക് പേസ്റ്റ് ക്ലീൻ ചെയ്തതിന് ശേഷം നമ്മുടെ മൈക്ക ഷീറ്റിലും പുതിയ തെർമൽ പേസ്റ്റ് അപ്ലൈ ചെയ്ത് ട്രാൻസിസ്റ്ററും കുറച്ച് അപ്ലൈ ചെയ്തിട്ടാണ് ഞാനിത് ഉറപ്പിക്കുന്നത്. അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് അത് ഹീറ്റ് സിങ്ക് പേസ്റ്റ് കറക്റ്റായിട്ട് ഉപയോഗിക്കാൻ ശ്രദ്ധിക്കണം. അതേപോലെ അത് കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് മൈക്ക ഷീറ്റ് പ്രോപ്പറായിട്ട് തന്നെ വെക്കാൻ മറക്കരുത്. മൈക്ക ഷീറ്റ് വെച്ചില്ല എന്നുണ്ടെങ്കിൽ ഹീറ്റ് സിങ്കുമായിട്ട് ഷോർട്ടാവും. നമ്മുടെ ട്രാൻസിസ്റ്റർ ബാക്ക് സൈഡ് മെറ്റൽ ബോഡിയുമായിട്ട് തട്ടാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ മൈക്ക ഷീറ്റ് വെച്ചത് ടൈറ്റ് ചെയ്യുന്നത്. അപ്പം നല്ല മൈക്ക ഷീറ്റ് എന്ന് ഉറപ്പ് വരുത്തണം. മൈക്ക ഷീറ്റ് ഡാമേജ് ആണെന്നുണ്ടെങ്കിൽ പുതിയത് റീപ്ലേസ് ചെയ്യാൻ മറക്കരുത്. അപ്പം നല്ല രീതിയിൽ തന്നെ ട്രാൻസിസ്റ്റർ ടൈറ്റ് ചെയ്ത് ഉറപ്പിക്കാൻ ശ്രദ്ധിക്കുക. ലൂസായിട്ടിരിക്കരുത്. ലൂസായിട്ടിരുന്ന് കഴിഞ്ഞാൽ ഓവറായിട്ട് ഹീറ്റ് ആവുകയും പെട്ടെന്ന് ഡാമേജ് ആവാനും സാധ്യതയുണ്ട്. നമ്മുടെ ട്രാൻസിസ്റ്ററിൻ്റെ ഹീറ്റ് സിങ്കിലേക്ക് ട്രാൻസ്ഫർ ആവാതെ പെട്ടെന്ന് ഡാമേജ് ആവും. അപ്പം നമ്മൾ നല്ല രീതിയിൽ ടൈറ്റ് ചെയ്തപ്പോൾ അതിൻ്റെ ഹീറ്റ് സിങ്ക് പേസ്റ്റ് നമ്മുടെ മൈക്ക ഷീറ്റിൻ്റെ ഇടയിലൂടെയൊക്കെ പുറത്തേക്ക് വരുന്നത് കണ്ടു കാണുമല്ലോ. അപ്പം നല്ല രീതിയിൽ അത് സ്പ്രെഡായിട്ടുണ്ട്. നമുക്ക് നമ്മുടെ ട്രാൻസിസ്റ്ററിൻ്റെ ഹീറ്റ് ഡിസപ്പേഷന് വളരെ പ്രധാനമാണ്. അതേപോലെ നമുക്കിനി സോൾഡർ ചെയ്യാം. അപ്പോൾ സൈഡ് നമ്മുടെ PCBയുടെ സൈഡിൽ നമ്മൾ സോൾഡർ ചെയ്യുകയാണ്. 3 ലേക്കും പിന്നും നമ്മൾ ട്രാൻസിസ്റ്ററിൻ്റെ 3 പിന്നും ബോട്ടം സൈഡ് PCBയുടെ സോൾഡർ ചെയ്ത് കൊടുക്കുകയാണ്. 2 പിന്നും സോൾഡർ ചെയ്തു. അതേപോലെ തന്നെ ടോപ്പിലും 3 ലെഗും സോൾഡർ ചെയ്യണം. 2 സൈഡ് PCB ആയതുകൊണ്ട് ഒരു സൈഡ് ചെയ്താലും മതി, എന്നാലും 2 സൈഡും ചെയ്യുന്നതാണ് അതിൻ്റെ നല്ലത്. ഇൻ കേസ് രണ്ടും തമ്മിൽ കോണ്ടാക്റ്റ് കിട്ടിയില്ലെങ്കിൽ ചിലപ്പം വർക്കാവാതിരിക്കാൻ സാധ്യതയുണ്ട്. നമ്മൾ ഡീസോൾഡർ ചെയ്യുന്ന സമയത്ത് മുകളിൽ നിന്നും താഴോട്ടുള്ള കോണ്ടാക്റ്റ് ചിലപ്പം വിട്ടുപോകാൻ സാധ്യതയുണ്ട്. അപ്പം 2 സൈഡും പ്രോപ്പറായിട്ട് സോൾഡർ ചെയ്യാൻ ശ്രദ്ധിക്കുക. സോൾഡർ ചെയ്യുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം, വേറെ പോയിൻറ്റുകളുമായിട്ടൊന്നും ഷോർട്ട് ആവാതെ ശ്രദ്ധിക്കണം. ഇപ്പം ഞാൻ ഈ ബോർഡ് നമ്മുടെ ക്യാബിനിൽ നിന്ന് റിമൂവ് ചെയ്യാതെ തന്നെ മൊഡ്യൂൾ സോൾഡർ ചെയ്യുകയാണ്. സാധാരണ ഞാൻ മൊഡ്യൂൾ റിമൂവ് ചെയ്ത് ഫുള്ള് ഡസ്റ്റ് എല്ലാം കളഞ്ഞിട്ട് ആണ് ചെയ്യാറുള്ളത്. ഇതിപ്പം ഒരു എമർജൻസി വർക്ക് ആയതുകൊണ്ടും നമ്മുടെ കസ്റ്റമറിന് പെട്ടെന്ന് ആംപ്ലിഫയർ വേണമെന്ന് പറഞ്ഞതുകൊണ്ടും ഞാൻ ഇതിൽ നിർത്തി തന്നെ ചെക്ക് ചെയ്തതാണ്. നമ്മൾ ബോർഡ് നമ്മുടെ ആംപ്ലിഫയറിൻ്റെ ക്യാബിനിൽ നിന്ന് വെളിയിലേക്ക് എടുത്തില്ല. അപ്പം നമ്മൾ സോൾഡർ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മുടെ നീളത്തിൽ വെളിയിലേക്ക് നിന്ന് ട്രാൻസിസ്റ്ററിൻ്റെ പിന്നുകൾ സ്ട്രിപ്പർ ഉപയോഗിച്ച് കട്ട് ചെയ്ത് മാറ്റുകയാണ്. നമ്മുടെ ട്രാൻസിസ്റ്റർ പ്രോപ്പറായിട്ട് തന്നെ അത് സോൾഡർ ചെയ്തിട്ടുണ്ട്. സോൾഡർ ചെയ്തെല്ലാം ഫിനിഷ് ചെയ്തതിന് ശേഷം നമ്മൾ ഒന്നുകൂടെ നമ്മുടെ സോൾഡറിങ് ഒന്ന് കറക്റ്റായിട്ട് വിഷ്വലി ഇൻസ്പെക്റ്റ് ചെയ്യുന്നത് നന്നായിരിക്കും. വേറെ നിങ്ങൾക്ക് സോൾഡർ പടർന്ന് ഷോർട്ടായിട്ടില്ല എന്ന് ഉറപ്പ് വരുത്തുന്നതാണ്. ഇതിൽ നമ്മുടെ ട്രാൻസിസ്റ്ററൊക്കെ പ്രോപ്പറായിട്ട് പിടിപ്പിച്ച് കഴിഞ്ഞു. ഇനി അടുത്ത വർക്ക് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ 2 കൂളിംഗ് ഫാനുകളും പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നില്ല. നോയ്സും കൂടാതെ തന്നെ സ്പീഡ് കുറവും. അപ്പം അത് നമുക്ക് റീപ്ലേസ് ചെയ്യണം. പുതിയ കൂളിംഗ് ഫാൻ വാങ്ങിച്ചിട്ടുണ്ട്. 12 വോൾട്ടിൻ്റെ 3 ഇഞ്ചിൻ്റെ കൂളിംഗ് ഫാനാണ്. അപ്പം 2 എണ്ണം പുതിയത് വാങ്ങിച്ചിട്ടുണ്ട്. BLDC ആണ്. പ്രഷർലെസ് മോട്ടോർ ടൈപ്പ് ഫാനാണ് ഇതിന് വരുന്നത്.
അപ്പം പുതിയ നമ്മൾ പഴയ 3 ഇഞ്ചിൻ്റെ ഫാനും റിമൂവ് ചെയ്തിട്ടുണ്ട്. ഫുള്ള് ഡസ്റ്റായിട്ടൊക്കെ ഇരിക്കുകയാണ്. അതിൻ്റെ ഒരു ഫ്രെയിമൊക്കെ പൊട്ടിയിരിക്കുകയാണ്. അപ്പം നമുക്ക് എന്തായാലും അത് റീപ്ലേസ് ചെയ്യാം. നമ്മുടെ ആംപ്ലിഫയർ കൂളായിരിക്കുന്നതിന് പ്രധാന ഒരു പങ്ക് നമ്മുടെ കൂളിംഗ് ഫാനിൻ്റെയാണ്. അപ്പം നമ്മളെപ്പോഴും അത് പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻസ് ചെയ്യാൻ ശ്രദ്ധിക്കണം. നമ്മൾ പുതിയ 2 ഫാൻ വാങ്ങിച്ചിട്ടുണ്ട്. 12 വോൾട്ടിൻ്റെ 12 വോൾട്ടും 3 ഇഞ്ചിൻ്റെ 2 പുതിയ ഫാൻ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ 2 ഫാന് നമുക്ക് റീപ്ലേസ് ചെയ്യാം. പുതിയ 2 3 ഇഞ്ച് ഫാനുകളാണ്, നല്ല ക്വാളിറ്റിയുള്ള ഫാനുകളാണ്. അപ്പോൾ പഴയ ഫാൻ രണ്ടും റിമൂവ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ആ പ്ലേസിലേക്ക് നമുക്ക് പുതിയ ഫാൻ ഫിക്സ് ചെയ്യാം. കൂളിംഗ് ഫാനുകൾ 2 എണ്ണം ഉറപ്പിച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് ആംപ്ലിഫയർ ടെസ്റ്റിങ്ങിലേക്ക് പോകാം. ആദ്യമായിട്ട് നമുക്ക് ഷോർട്ട് റിമൂവ് ആയിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി നമുക്ക് UPSൽ ഇതൊന്ന് ഓണാക്കി നോക്കാം. സാധാരണ എല്ലാവരും സീരിയൽ ലാമ്പാണ് യൂസ് ചെയ്യുന്നത്. ഞാനിവിടെ UPS ആണ്, കമ്പ്യൂട്ടറിൻ്റെ UPS ഉപയോഗിച്ചാണ് ചെക്ക് ചെയ്യുന്നത്. കമ്പ്യൂട്ടറിൻ്റെ UPSൽ നിന്ന് പവർ അപ്പ് ചെയ്തിട്ട് നമ്മൾ ചെക്ക് ചെയ്യും. അപ്പം ഷോർട്ടാണെന്നുണ്ടെങ്കിൽ നമ്മുടെ UPS ഓൺ ആവില്ല, ബീപ്പ് അടിച്ച് ഓഫായി പോകത്തേ ഉള്ളൂ. ഞാനിത് ഓണാക്കി നോക്കുകയാണ്. അപ്പം UPS ഓണാക്കിയതിന് ശേഷം നമ്മൾ ആംപ്ലിഫയറിൻ്റെ പവർ ഓണാക്കുകയാണ്. ആംപ്ലിഫയറിൻ്റെ പവർ ഓണാക്കി നോക്കുകയാണ്. 2 സൈഡ് വോളിയെല്ലാം ഞാൻ കുറച്ച് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ആംപ്ലിഫയറിൻ്റെ പവർ ഓണാക്കി. പ്രൊട്ടക്ഷൻ ലൈറ്റ് ചുവപ്പ് കത്തുന്നുണ്ട്, അത് ഒഴിവായി, പ്രൊട്ടക്ഷൻ ഒഴിവായി. നോർമലായിട്ട് ആംപ്ലിഫയർ ഓണായിട്ടുണ്ട്. നമ്മുടെ ഡിസ്പ്ലേയിൽ മോഡ് പാരലൽ എന്നും ചാനൽ 1 32°C, ചാനൽ B 29°C എന്ന് എഴുതി കാണിക്കുകയും ചെയ്തു. ചാനൽ എയുടെ മൊഡ്യൂളിനകത്ത് ഇൻഡിക്കേറ്റർ ലൈറ്റ് കത്തിയിട്ടുണ്ട്. അതേപോലെ തന്നെ ചാനൽ ബിയും ഓണായിട്ട് LED കത്തി നിൽക്കുന്നുണ്ട്. അപ്പം നമ്മുടെ ആംപ്ലിഫയർ നോർമലായിട്ട് ഓണായിട്ടുണ്ട്. ഇനി നമുക്ക് അല്ലാതെ ഡയറക്റ്റ് പവർ അപ്പ് ചെയ്ത് നമ്മളിപ്പോൾ ഇത് ആഡിയോ സിഗ്നൽ കൊടുത്ത് ചെക്ക് ചെയ്യാനുള്ള സെറ്റപ്പ് ചെയ്തിരിക്കുകയാണ്. നമ്മൾ അതിനായിട്ടൊരു സ്പീക്കർ എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു USB മൊഡ്യൂൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. USB മൊഡ്യൂൾ ചെക്ക് ചെയ്യാൻ വേണ്ടി ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ അത് രണ്ടും സെറ്റാക്കി വെച്ചിരിക്കുകയാണ്. നമ്മൾ USB മൊഡ്യൂൾ ഓൾറെഡി ഓൺ ആക്കി വെച്ചിരിക്കുകയാണ്. അതേപോലെ നമ്മൾ ആംപ്ലിഫയർ ഇപ്പം ഡയറക്റ്റ് പവർ സപ്ലൈയിൽ നിന്ന് പവർ അപ്പ് ചെയ്യാൻ പോവുകയാണ്. നമ്മൾ ഡയറക്റ്റ് AC വോൾട്ടേജിലേക്ക് കണക്ട് ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ പവർ സ്വിച്ച് ഓൺ ആക്കുന്നു. അപ്പോൾ നമ്മുടെ ആംപ്ലിഫയർ ഓണായി വരുന്നുണ്ട്. ഡിസ്പ്ലേയിൽ പ്രൊട്ടക്ഷൻ ഒഴിവായി ഓണായി. മോഡ് ഇപ്പോൾ സ്റ്റീരിയോ മോഡിലാണ് ഇട്ടിരിക്കുന്നത്. നമ്മുടെ ഓരോ ചാനലിൻ്റെ ടെമ്പറേച്ചർ സെപ്പറേറ്റ് എഴുതി കാണിക്കുന്നുണ്ട്. ഒരു ചാനൽ 32, ഒരു ചാനൽ 29°C ടെമ്പറേച്ചർ ഉണ്ട് അപ്പോൾ നമുക്ക് ചാനൽ ഓരോന്ന് ആഡിയോ സിഗ്നൽ കൊടുത്തിട്ട് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ചാനൽ 1ൽ നമ്മുടെ സ്പീക്കറിൻ്റെ വയർ കണക്ട് ചെയ്തിട്ടുണ്ട്. അതേപോലെ ഇൻപുട്ട് നമ്മൾ സ്റ്റീരിയോ ഇൻപുട്ടാണ് കൊടുത്തേക്കുന്നത്. സ്റ്റീരിയോ മോഡിലേക്കാണ് സെലക്ട് ചെയ്തിട്ടേക്കുന്നത്. നമ്മുടെ USB മൊഡ്യൂളിൽ നിന്നുള്ള 2 ലൈനിലും ലെഫ്റ്റും റൈറ്റും നമ്മൾ ചാനൽ എയിലും ബിയിലും സെപ്പറേറ്റ് കൊടുത്തിട്ടുണ്ട്. സ്റ്റീരിയോ ഇൻപുട്ടാണ് നമ്മൾ കൊടുത്തേക്കുന്നത്. സ്റ്റീരിയോ മോഡിലാണ് ആംപ്ലിഫയർ ഇപ്പോൾ ഓൺ ആക്കിയിരിക്കുന്നത്. നമ്മുടെ ഡിപ്പ് സ്വിച്ച് സ്റ്റീരിയോയിൽ സെറ്റ് ചെയ്തേക്കുന്നത് ബാക്ക് സൈഡിലായി. അതേപോലെ ചാനൽ 1ൻ്റെ സ്പീക്കർ ലൈൻ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ജസ്റ്റ് ആഡിയോ ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഞാനിവിടെ വോളിയം ജസ്റ്റ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാണ്, നമ്മുടെ കോപ്പിറൈറ്റ് ഇഷ്യൂ വരാതിരിക്കാൻ. അപ്പം ആഡിയോ നമ്മൾ കറക്റ്റായിട്ട് പ്ലേ ചെയ്യുന്നുണ്ട്. സൗണ്ട് ക്ലാരിറ്റി വ്യത്യാസമൊന്നുമില്ല. കറക്റ്റ് ആഡിയോ പ്രോപ്പർ ക്ലാരിറ്റിയിൽ ഔട്ട്പുട്ട് കിട്ടുന്നുണ്ട്. അപ്പം നമ്മുടെ ചാനൽ എയുടെ പ്രോബ്ലം സോൾവ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചാനൽ B ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ജസ്റ്റ് പ്രോബ്ലം ഒന്നും ഇല്ലായിരുന്നു. ചാനൽ B ചെക്ക് ചെയ്യാനായിട്ട് നമ്മൾ സ്പീക്കറിൻ്റെ ലൈനിൽ നമ്മുടെ ചാനൽ എന്ന് ചാനൽ ബിയിലേക്ക് കൊടുക്കുകയാണ്. ചാനൽ ബിയിലേക്ക് സ്പീക്കറിൻ്റെ ലൈൻ മാറ്റി കണക്ട് ചെയ്യുകയാണ്. കണക്ട് ചെയ്തതിന് ശേഷം നമുക്ക് ആഡിയോ ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. നമ്മൾ ആൾറെഡി ആഡിയോ ഇൻപുട്ട് 2 ചാനലും കൊടുത്തിട്ടുണ്ട്. സ്റ്റീരിയോ ഇൻപുട്ടായിട്ട് കൊടുത്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ചാനൽ ബിയുടെ വോളിയം ഉയർത്തി നമുക്കൊന്ന് ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കാം.
ക്യാമറ പിടിക്കുന്നതിനകത്ത് ചെറിയൊരു മിസ്റ്റേക്ക് പറ്റി. ഞാൻ വോളിയം കൺട്രോൾ ചെയ്യുന്നത് വീഡിയോയിൽ പതിഞ്ഞിട്ടില്ല, ക്ഷമിക്കണം. അപ്പം ചാനൽ ബിയും പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് ഇത് ഫുള്ള് ഫിനിഷ് ചെയ്യാം. ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പം ഈ വീഡിയോ കുറച്ച് പേർക്കെങ്കിലും ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പം വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.